കല്യാണത്തിന്റെ തലേന്ന് തോന്നിവാസം കാണിച്ചിട്ട് റസൂലുള്ളാഹിനെ മറന്നുകൂടാ. നിന്റെ മോളെയോ പെങ്ങളെയോ കല്യാണം കഴിച്ചയക്കുമ്പോ ഉടുത്തൊരുക്കിയിട്ട് അതാ ഓഡിറ്റോറിയത്തിൽ കൊണ്ട് പ്രദർശനത്തിന് വെച്ചുകൂടാ. കല്യാണത്തിന്റെ അന്നും നിസ്കാരം ഖളായിക്കൂടാ. തലേന്ന് കള്ള് വിളമ്പൽ ഹലാലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കേട്ടുകൂടാ. അറയുടെ സംസ്കാരത്തിൽ നീ അതിരുകടന്ന് കൂട്ടുകാര് പോയി തോന്നിവാസം കാണിച്ചുകൂടാ. നമുക്കൊരു നേതാവുണ്ട് മോനെ, എന്ത് രസമാ സ്വലാത്ത് ചൊല്ലുമ്പോ, എന്ത് രസമാ മദീനയിൽ ചൊല്ലുമ്പോ, എന്ത് രസമാ ഹബീബിലേക്ക് ലയിക്കുമ്പോ. അതുകൊണ്ടൊന്ന് നീയത്ത് വെക്കുമോനെ, ഇന്ന് മുതൽ ഞാൻ നന്നായി സ്വലാത്ത് ചൊല്ലും, എനിക്ക് ആ റസൂലുള്ളാഹിനെ ഒന്ന് കാണണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. പക്ഷേ എനിക്കൊരു പേടിയുണ്ട്, നാളെ എനിക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ എന്ത് കിട്ടാനാണ്? ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലിയാലും, ഞാൻ എത്ര മദ്ഹ് പറഞ്ഞാലും ഞാൻ ഹബീബിന്റെ മുമ്പിൽ ഒന്നുമല്ല. റസൂലുള്ളാഹിന്റെ ചാരത്തൊന്ന് നിന്നോട്ടെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂല. ഹബീബായ നബി തങ്ങൾക്കുള്ള വെള്ളത്തിന്റെ കോപ്പ ഞാനൊന്ന് കൊടുത്തോട്ടെ, റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി തങ്ങൾ മാറിത്തരൂല. ഹബീബിന്റെ മിസ്വാക്ക് ഞാനൊന്ന് കൊടുത്തോട്ടെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂല. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് ഞാനൊന്ന് എടുത്തു വെച്ചോട്ടെ, ഇബ്നു മസ്ഊദ് തങ്ങൾ മാറിത്തരൂല. ഹബീബിന്റെ വാതിൽക്കൽ ഞാനൊരു കാവൽക്കാരനായി നിന്നോട്ടെ, ബിലാൽ തങ്ങൾ മാറിത്തരൂല. ഞാനൊരു സെക്യൂരിറ്റിയായി നടന്നോട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മാറിത്തരൂല. ഹബീബായ നബി തങ്ങളുടെ ഭക്ഷണം ഞാനൊന്ന് എടുത്തു കൊടുത്തോട്ടെ, സഹാബത്ത് വിട്ടുതരില്ല. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ മാറിത്തരൂല. അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമുള്ള കാര്യം ഞാനൊന്ന് ചെയ്തോട്ടെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാറിത്തരൂല. ഹബീബിന്റെ മദ്ഹുൽ ഞാനൊന്ന് നിന്നോട്ടെ, ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ മാറിത്തരൂല. ബൂസീരി ഇമാം തങ്ങൾ മാറിത്തരൂല. പിന്നെ ഞാൻ എവിടെ നിൽക്കാനാണ്? ഒരു അമലുമില്ലാത്ത ഞാൻ, ഒരു സ്വലാത്തിനും ക്വാളിറ്റി പറയാനില്ലാത്ത ഞാൻ, ഒരു മദ്ഹും പറഞ്ഞു അവകാശം പറയാനില്ലാത്ത ഞാൻ എവിടെ നിൽക്കാനാണ്? എനിക്കൊരു അർഹതയുമില്ല റബ്ബേ. നബി തങ്ങൾ പോകുന്ന വഴിയിൽ ഒന്ന് കിടത്തി തന്നാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ഹബീബ് ഉമ്മത്തിൽപ്പെട്ട ഒരാൾ കിടക്കുന്നു വഴിയിലെന്ന് കണ്ടാൽ പിന്നോട്ട് തട്ടൂല, മുന്നോട്ടേ തട്ടൂ. നബി തങ്ങൾ തട്ടിയത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പിന്നോട്ട് തട്ടൂല. അങ്ങനെ എല്ലാവരും തട്ടി 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 അവസാനം ഉമറുൽ ഖാദി തങ്ങളും സയ്യിദ് മൗലൽ ബുഖാരി തങ്ങളും ബഹുമാനപ്പെട്ട വെളിയങ്കോട് വർക്കാദി തങ്ങളും മമ്പുറം സയ്യിദ് അലവി തങ്ങളും അങ്ങനെ മഹാന്മാരായ നമ്മുടെ മശായിഖുമാരും കടക്കുമ്പോഴെങ്കിലും അവരുടെ കാലിലെങ്കിലും ഒന്ന് പറ്റിയിട്ട് കിടക്കാൻ സാധുക്കളായ ഞങ്ങൾക്കൊരവസരം നൽകണം റഹ്മാനേ. അതുകൊണ്ട് മോനെ, മൊബൈലിലുള്ള വൃത്തികെട്ട ക്ലിപ്പ് മുഴുവനും ഒന്ന് മാറ്റിക്കളഞ്ഞോ മോനെ. റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടു മോനെ. പെങ്ങളെ, നിന്റെ കൽബിലേതെങ്കിലും ഒരുത്തനെ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ ഈ മജ്ലിസിൽ വെച്ച് മാറ്റിക്കളഞ്ഞോ മോളെ. കൈപിടിക്കാൻ പറ്റുന്ന റസൂലുള്ളാഹിനെ സ്നേഹിക്കുമോളെ, സ്വലാത്ത് ചൊല്ലുമോളെ, ഹബീബിലേക്കൊന്ന് ചേരുമോളെ. ഞങ്ങളെ ഒന്ന് ലയിപ്പിച്ചു തരണേ റബ്ബേ, ഖായിബാക്കല്ലേ റബ്ബേ. റസൂലുള്ളാഹിന്റെ ഇഷ്ക് ഞങ്ങളുടെ ഖൽബിൽ നൽകണേ റബ്ബേ.
ഒരൽപ്പ സ്വലാത്തിൽ നന്നായി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ഖൽബും നമ്മുടെ എല്ലാം നന്നാക്കി തരട്ടെ.